ഈ ഒരു രീതിയിൽ പഴംപൊരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് 3 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. അതേ അളവിൽ തന്നെ നമുക്ക് അരിപ്പൊടി ആവശ്യമുണ്ട്. കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരിപ്പൊടി. അതോടൊപ്പം 4 ഏലക്കായ, ഒരു 2 ഗ്രാമ്പ് ഒരു ഫ്ലേവറിന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദയിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ആയാലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് മാത്രം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഒരു നുള്ളുപ്പും ആവശ്യത്തിനുള്ള കുറച്ച് സോഡാ കാരവും കൂടി ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു സമയത്ത്. എന്നിട്ട് ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ കട്ടയൊന്നുമില്ലാത്ത മാവുണ്ടാക്കിയെടുക്കുക. ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷമാണ് ഞാനിത് പൊരിച്ചെടുക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കണം എന്ന് എല്ലാവർക്കും അറിയില്ല. ഒരു പഴം ഏകദേശം ഒരു 4 കഷ്ണമായിട്ടോ 3 കഷ്ണമായിട്ടോ മുറിച്ചെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ചൂടാറാനായിട്ട് പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ.